സുന്നി ഐക്യ ചർച്ചകൾക്ക് തയ്യാറെന്ന് സമസ്ത കാന്തപുരം വിഭാഗം. സ്നേഹത്തിന്റെ ലോകം പണിതുയർത്താൻ ഒറ്റക്കെട്ടാവണമെന്ന് വിളംബര സമ്മേളനത്തിൽ പ്രമേയം. ചർച്ചകൾക്ക് വിഘാതമാകുന്ന ഇടപെടലുകൾ പാടില്ല. പുത്തൻവാദികളുമായി ഐക്യത്തിനില്ലെന്നും AP വിഭാഗം. അവരുടെ വാക്കുകളിലേക്ക്. രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യ ചർച്ചകൾക്ക് നേരത്തെ തന്നെ രണ്ട് മുശാവറകളും അംഗീകാരം നൽകിയതും പലതവണ ഒരുമിച്ചിരുന്നതുമാണ്. അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട്. വിശ്വാസപരവും കർമ്മപരവുമായ ആദർശങ്ങളിലൂന്നി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാകണമെന്നാണ് നമ്മുടെ താൽപ്പര്യം. അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, കഴിഞ്ഞ ദിവസം സമസ്തയുടെ സമാപന സമ്മേളനത്തിൽ തന്നെ സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ കാന്തപുരം വിഭാഗവും അക്കാര്യത്തിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സുന്നി ഐക്യം അല്ലെങ്കിൽ അത്തരത്തിൽ ഒറ്റക്കെട്ടാകുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി രാഷ്ട്രീയ കേരളത്തിൽ അത് എത്രമാത്രം നിർണായകമാണ്? അങ്ങനെ ഒരു ഐക്യം എത്രയും വേഗം സാധ്യമാകുമോ? ഇന്ന് AP വിഭാഗം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? AP വിഭാഗത്തിൻ്റെ ലക്ഷ്യം അവർ സമസ്തയ്ക്ക് ഐക്യം വേണം, സമസ്തയിൽ ഐക്യം വേണം എന്നുള്ളത് തന്നെയാണ്. ആ ഐക്യത്തിനുള്ള ചർച്ചകൾ നേരത്തെ തന്നെ രണ്ട് സമസ്തയിലും മുശാവറകൾ ചേർന്നുകൊണ്ട് പലതവണ അവർ ഇരുന്നതാണ്, ചർച്ചകൾ നടത്തിയതാണ്. പക്ഷേ സമസ്തയുടെ അല്ലെങ്കിൽ AP സമസ്തയുടെ പ്രധാനപ്പെട്ട ആവശ്യം സമസ്തയുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾക്കാണ് AP വിഭാഗം തയ്യാറാവുന്നത് എന്നത് തന്നെയാണ്. അത് നേരത്തെ അത് തന്നെയായിരുന്നു. അത് ആവർത്തിക്കുന്നു ഈ പ്രമേയത്തിലൂടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പുത്തൻ ആശയക്കാർ പുത്തൻ ആശയവാദികളുമായി ഒരു ഐക്യത്തിനുമില്ല. അത്തരം സംഘടനകളുമായോ അത്തരം അവസരങ്ങളുമായോ യാതൊരു തരത്തിലുള്ള ഐക്യത്തിനുമില്ല എന്ന് അവർ കൃത്യമായി പറയുന്നു. അതായത് സമസ്തയിൽ മറ്റ് വിഭാഗങ്ങളുമായി ഐക്യമുണ്ടാക്കുന്നവരുമായി യാതൊരു വിധത്തിലുള്ള ഐക്യത്തിനും AP സമസ്ത ഉണ്ടാവില്ല എന്നുള്ള അതുകൂടി ഉണ്ട് പ്രമേയത്തിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ EK സമസ്ത വിഭാഗത്തിന് മുസ്ലിം ലീഗുമായും ഒപ്പം തന്നെ മുജാഹിദ് ജമാഅത്തുമായിട്ടും എല്ലാം അടുപ്പവും സൗഹാർദ്ദപരവുമായി അവർ പ്രവർത്തിക്കുന്നു. എങ്കിൽ അത്തരം ആശയങ്ങൾ നിലനിൽക്കുന്നവരുമായി എങ്ങനെ ഐക്യപ്പെട്ടു പോകും എന്നുള്ള സംശയം ആ പ്രമേയത്തിലുണ്ട്. അതായത് അതുതന്നെയാണ് സമസ്തയുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്നവരുമായി മാത്രം അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ചർച്ചയാണ് തുടരുക. അതാണ് ഒരു ഐക്യത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ആ ഐക്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ആസ്വാദി.